എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് ഞാൻ വന്നത്. മറ്റൊന്നുമല്ല, ഞാൻ ഈ പറയുന്ന വേറൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ കേട്ടറ്റിൻ്റെതുമായി ബന്ധപ്പെട്ട്. അപ്പം അതുമായിട്ട് ഞാൻ തിരുവനന്തപുരം വരെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. വരുന്ന വഴി ആലപ്പുഴ എത്തി. ആലപ്പുഴ എത്തിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഇവിടെ ഡ്രൈവറോട് പറഞ്ഞിട്ട് പുള്ളീനെ ചേർത്തല വരെ വരുത്തിച്ച് ചേർത്തല വരെ ഞാൻ മറ്റേ ഒരു KSRTC കയറി വന്നിട്ട് അതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്. കാരണം ഞാൻ ശരിക്കും വീട്ടിലെത്തിയിട്ടില്ല, വഴി സൈഡിലാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ റേഞ്ചിന്റെ ചില പ്രശ്നങ്ങളൊക്കെ വരും. നിങ്ങളത് കാര്യമാക്കണ്ട. നമ്മൾ എന്തായാലും ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഈ മൈക്കുകളൊക്കെ ഒന്ന് ഓഫാക്കി വെച്ച്, ക്യാമറകളൊക്കെ ഒന്ന് ഓഫാക്കി വെച്ച് സഹകരിക്കുക. അതിൽ നിന്ന് നമ്മൾ എന്താണ് കുറച്ച് ഇപ്പൊ റീന നായർ എന്ന് പറഞ്ഞ ആളൊന്ന് മൈക്ക് ഓഫാക്കി വെക്കാമോ? റീന നായർ. പിന്നെ ഇന്നത്തെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടുകാരെങ്കിലും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി നിന്ന് കേൾപ്പിക്കുക. കാരണം നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും. നിങ്ങൾ ഈ കേട്ടിട്ട് തോറ്റു പോയിട്ട് നിങ്ങൾ കേട്ടറ്റിന്റെ അകത്ത് ജയിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന നിലവിലേക്കൊക്കെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി അവരെയും കൂടി ഇതൊന്ന് കേൾപ്പിച്ചു. അപ്പൊ ഞാൻ തുടങ്ങാം. നമ്മുടെ ക്ലാസ് വിദ്യാവിധിയുടെ 2ാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. നമുക്കിപ്പോ 62 പേരാണ് ഈ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരും കൂടി വരും. കുറച്ച് പേര് ഫീസ് അടയ്ക്കാത്തവരുണ്ട്, അവരെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അവർക്ക് ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരെ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു 62 പേര് ഇപ്പോൾ ഓൾറെഡി ഫീസ് അടച്ചവരുണ്ട്. അവരെ വെച്ചിട്ടാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെയും മറ്റന്നാളും കൂടി നമ്മൾ എന്ത് ചെയ്യും, അഡ്മിഷൻ എടുക്കും. 100 പേരാകുമ്പോൾ നമ്മുടെ ബാച്ച് ക്ലോസ് ചെയ്യും. അപ്പൊ ഈ ബാച്ചിന്റെ അകത്ത് ഇനി എങ്ങനെ പോകണം, ക്ലാസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മൾ ഈ പരീക്ഷ എങ്ങനെയാണ് ജയിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തൊരു ചെറിയ അവലോകനം നടത്തിയിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം, നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോകാം. അതായത് നിങ്ങളിപ്പോ വിദ്യാവീതിയിൽ കേട്ടിട്ട് പരീക്ഷയ്ക്ക് പോകും. നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ പലയിടത്തും വിദ്യാവീതിയിലും ഒക്കെ കേട്ടിട്ട് പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ വിദ്യാവീതിനെ സെലക്ട് ചെയ്തത്? ഈ പ്രാവശ്യത്തെ കേട്ടറ്റിനും ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു പരീക്ഷ എന്നുള്ള രീതിയിൽ മാത്രമാണ്, വിദ്യാവീതിയിലും കൂടെ ഞാൻ പഠിച്ചാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് മാത്രമാണ്, അതെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിദ്യാവീതിനെ തിരഞ്ഞെടുത്തത്? അത് നിങ്ങൾക്ക് ഒന്ന് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 2-3 പേർക്കൊന്ന് ജസ്റ്റ് മൈക്ക് ഓൺ ആക്കിയിട്ടൊന്ന് പറയാം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എന്നിട്ട് ഞാൻ പറയാം. നിങ്ങളൊന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് വിദ്യാവീതിനി പ്രാവശ്യം തിരഞ്ഞെടുത്തത്? മൈക്ക് ഓൺ ആക്കിയോ ധൈര്യമായിട്ട്. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ക്ലാസിന്റെ കാഠിന്യം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വലിയ പാടാണ്. ആരെങ്കിലും പ്രേരണ കൊണ്ടാണോ നിങ്ങൾ വന്നത്, അതെ സ്വയം ഇതുകൊണ്ടാണോ വന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ വിദ്യാവീതിയിൽ എത്തിച്ചേർന്നത്? കാരണം ഞാൻ ആരെയും, നിങ്ങൾക്ക് അറിയാലോ, ആരെയും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് വിദ്യാവീതിയിൽ കേട്ടിട്ടുണ്ട് ക്ലാസ് ഉണ്ട്, നിങ്ങൾ പങ്കെടുക്കണം, നിങ്ങൾ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പിലുള്ള ആരെയും വിളിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നു ചേർന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ വന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതാണെന്ന് അറിയണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പറയാനായിട്ട്. പോട്ടെ, ആരിലൊക്കെ മൈക്ക് ഓണാക്ക്. ഹലോ സർ. ആ സർ, എൻ്റെ പേര് ഹേന. ആ എൻ്റെ സ്വയം ഇഷ്ടത്തോടെ തന്നെയാണ് ഞാൻ ഇതിൽ വന്നത്. ഇത് കിട്ടിയേ പറ്റൂന്നുള്ള അവസ്ഥയാണ്. ആ പിന്നെ ഞാൻ സാറിന്റെ കുറച്ച് ക്ലാസ്സുകൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ യൂട്യൂബിൽ കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫുള്ളും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ പൈസ കൊടുത്തിട്ടല്ല ചേർന്നിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിലുണ്ടായിരുന്ന ക്ലാസ്സും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇപ്പോന്ന് പറഞ്ഞാല് ഇതെന്റെ ജോലിക്ക് സംബന്ധമായിട്ടുള്ളതാണ്. അതായത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇനി പഠിച്ചേ പറ്റൂന്നില്ല അവസ്ഥ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതെനിക്ക് നേടിയേ പറ്റൂ, നേടുന്നില്ല ഒരു വിശ്വാസം ഉണ്ട് സാറിന്റെ ഇതിൽ ചേർന്നതിൽ. ഓക്കെ, താങ്ക് യു ടീച്ചറെ. ഇനി മറ്റാർക്കെങ്കിലും, വേറെ ആരും ചുമ്മാ രസത്തിന് കയറിയതാണോ? നിങ്ങളൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട്? സാറേ, ഞാനിപ്പോ സാറിന്റെ ലൈവ് ക്ലാസ്സില് കലാശക്കൊട്ടില് ചേർന്നിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് മെയ് മാസത്തിൽ സാറ് ഫ്രീ ആയിട്ട് ഒരു മാസം ലിങ്ക് ഇട്ട് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അന്ന് തൊട്ട് സാറിന്റെ ക്ലാസ് കാണുന്നുണ്ട്. അന്ന് തൊട്ടാണ് ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയതും. എനിക്ക് 80, 81, 79 മാർക്കൊക്കെ കിട്ടി തുടങ്ങി. സാറിന്റെ ക്ലാസ് അത്രയ്ക്ക് നല്ല ക്ലാസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തവണ 80 മാർക്ക് കിട്ടി. എന്നിട്ടും ഇത്തവണ ഇനി വരുന്ന പരീക്ഷയ്ക്ക് പാസ്സാകണം, സാറിന്റെ ക്ലാസ് കണ്ട പാസ്സാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സാറിന്റെ കേസിന്റെ ഗ്രൂപ്പിലും എല്ലായിടത്തും ഞാനുണ്ട് സാർ. സാറ് നടത്തുന്ന എല്ലാ ഗ്രൂപ്പിലും ഞാൻ അംഗമായിട്ടുണ്ട്. LDCയുടെ ആണെങ്കിലും കേറ്ററ്റിന്റെ ആണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഒരു കഴിഞ്ഞ 2022 സാറിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത അന്ന് തൊട്ട് സാറിനെ ഫോളോ ചെയ്ത് വരുന്നു. ഇത്തവണ ജയിക്കുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ക്ലാസ്സിൽ കയറി പഠിച്ച്.
അപ്പൊ കേസ് ജയിക്കുന്നു വിചാരമൊന്നുമില്ല. അതും ഉണ്ട്, രണ്ടും ഉണ്ട്. എന്നാലും നാം ശരി. പാതി ദൈവം പാതിയല്ലേ, നമ്മൾ പരിശ്രമിക്കാനുള്ളത് ക്ലാസ്സിലൂടെ കേസിലൂടെ എല്ലാം നോക്കുന്നുണ്ട്. ആയിക്കോട്ടെ ടീച്ചറെ. ഇനി ആരെങ്കിലും ഹലോ, രണ്ടുപേർക്ക് പറയൂ. എന്റെ പേര് ശ്യാമിലി, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. അപ്പോ പിന്നെ ആ. എന്നുള്ളത് ഞാനിപ്പോ നിലവിലൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മോണ്ടിസറി സ്കൂളിന്റെ അക്കാഡമിക് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ മുന്നേ കാറ്റഗറി 2 ഒക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ എവിടെയും കോഴ്സിനൊന്നും പോയിട്ടില്ല. ഇതുപോലെ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ട് പഠിച്ചതാണ്. അപ്പൊ ജസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം എഴുതി ഒന്നും പഠിക്കാതെ പോയിട്ടാണ് എഴുതിയത്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ എനിക്ക് ഏകദേശം ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല കുറച്ച് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്നാണ് ഒരു ജോലിയിൽ വന്ന് അതിലേക്ക് തന്നെ ആയിപ്പോയി. പിന്നെ കേട്ടിട്ടില്ല എന്നുള്ള ഒരു സ്വപ്നം ഒരു 4-5 വർഷമായിട്ട് അതങ്ങനെ മാറ്റി നിൽക്കുകയാണ്. അപ്പം എന്തായാലും അത് ഇപ്രാവശ്യം നേടിയെടുത്തേ പറ്റുള്ള ഒരു ഇതിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്, രേണുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വിദ്യാവിധിൻ്റെ കൂടെ തന്നെ പോയിക്കോ, ഒരു ടെൻഷനും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ പരമാവധി നീ ശ്രമിക്കുക, ബാക്കിയുള്ളത് അവിടെ വരുന്നിടക്ക് വെച്ച് കാണാനുള്ള ആ രീതിയിൽ തന്നെയാണുള്ളത്. പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ടീച്ചറെ. ഇനി ആരാണ് രണ്ടുപേര്, അടുത്ത രണ്ടുപേരും കൂടെ? ഹലോ, പറഞ്ഞു ഞാൻ ടീച്ചറെ. ഞാൻ അസ്ലയാണ്. ആ. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് വിദ്യാവീതിയിലുണ്ട്. കേട്ടിട്ട് കിട്ടാത്തതിന്റെ പോരായ്മ എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ്. വീണ്ടും ഇതിലേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ കാരണം ഈ സ്ഥാപനത്തിന്റെ ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും നല്ല ക്ലാസ്സുകളാണ്. നമുക്ക് അവരെ നന്നായി തന്നെ മനസ്സിലാക്കി തരും. എനിക്ക് 2 മാർക്ക്, ഇപ്പൊ ലാസ്റ്റ് പോയത് 5 മാർക്കിനാണ്. അതിന്റെ മുന്നത്തെ പോയത് ആകെ 2 മാർക്കിനാണ് കേട്ടിട്ട് നഷ്ടമായത്. അതൊക്കെ ലൈവ് ക്ലാസ് കേട്ടിട്ട് കിട്ടിയത് മാത്രമാണ്. ഞാൻ ഒന്നും തന്നെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വന്ന് ജോയിൻ ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ടീച്ചറെ. ഇനി ആരെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിടാം. ഇത്രയും പേരും വെറുതെ നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വന്നതാണോ? ഹലോ സാറേ, എൻ്റെ പേര് ഷേർലി. ആ. ഞാനും സാറിന് 2 വർഷം കൊണ്ട് ഈ ക്ലാസ്സിൽ കയറുന്നുണ്ട്. വീണ്ടും ഞാൻ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ പ്രാവശ്യത്തെ ഒരു മാർക്കിലാണ് കഴിഞ്ഞ പ്രാവശ്യം 89 മാർക്ക് ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് സാറിൻ്റെ ക്ലാസ്സിന് കയറിയതിന് ശേഷം 85 കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. ഇപ്രാവശ്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു മാർക്കിന് പോയി. വീണ്ടും ഞാൻ ഈ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത് ഇപ്രാവശ്യം എനിക്ക് കേട്ടിട്ട് കിട്ടും എന്ന ലക്ഷ്യത്തോടെയാണ്. ഞാനും കൂടുതൽ വർക്കൊന്നും ചെയ്തിട്ടില്ല. ക്ലാസ് കേൾക്കുമെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് ട്രൈ ചെയ്തിട്ടില്ല. ക്ലാസ് കേൾക്കും എങ്കിലും നന്നായിട്ട് പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നെങ്കിൽ എനിക്കും കേട്ടിട്ട് കിട്ടിയാനെ. വിദ്യാവീതിയിൽ ഞാൻ 2-3 പേരോട് പറഞ്ഞ് അവരെല്ലാം ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നന്നായിട്ട് ക്ലാസ് എടുക്കും, നല്ല ക്ലാസ്സാണ്. പ്രത്യേകിച്ച് സാറിൻ്റെ മാത്സ് ക്ലാസ് നന്നായിട്ട് മനസ്സിലാവും. മാത്സിനൊക്കെ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ടീച്ചറെ. ആ വിശ്വാസം സംരക്ഷിക്കാം ഇപ്രാവശ്യം. ഓക്കെ സാർ. ഓക്കെ, നമ്മുടെ സാറുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളൊന്ന് സാറുമാരൊക്കെ എന്നാ മിണ്ടാണ്ടിരിക്കുന്നേ? സാറേ, ആ. എൻ്റെ പേര് അരുൺ എന്നാണ്. ആ. ഞാൻ ഇന്നാണ് വിദ്യാവിധിയിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. കുറച്ചു കാലമായിട്ട് ഞാൻ സർവീസിലുള്ള ഒരാളാണ്. ഓ. പക്ഷെ ഈ കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് വേദന സഹിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് കയറിയത് തന്നെ. കാരണം വീട്ടിൽ നിന്നാണെങ്കിലും സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്നാണെങ്കിലും ഭയങ്കര അതായത് കുത്തുന്ന വാക്കുകൾ ഒരുപാട് കേട്ടു. അപ്പൊ ഞാൻ കഴിഞ്ഞ 1-2 പ്രാവശ്യമായിട്ട് സാറിന്റെ കലാശക്കൊട്ട അവസാന ഒരു മാസത്തെ ക്ലാസ്സിലൊക്കെ ആയിരുന്നു ഞാൻ കയറിയിരുന്നത്. പക്ഷെ എനിക്ക് തോന്നി ഇത്തവണ എന്തായാലും സാറിന്റെ മെയിൻ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. കാരണം ഈ അവസാന സമയത്ത് സാറ് തരുന്ന ഒരു കലാശക്കൊട്ടൊക്കെ ഉണ്ടല്ലോ, അതിന്ന് തന്നെ ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് സുഖമായിട്ട് തലേ ദിവസം തരുന്ന ക്ലാസ്സിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞിരുന്നു. എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരുന്നു. പക്ഷേ മാത്സ് ഇത്രയും എളുപ്പമാണ് എന്ന് അജാദ് സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഒരു കഴിവ് കേടുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷ് മലയാളം വിഷയങ്ങളിൽ പിന്നാക്കം പോയത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഞാൻ തോറ്റുപോയത്. പക്ഷേ എനിക്ക് മാത്സിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അതിനെല്ലാ ധൈര്യവും അല്ലെങ്കിൽ അജാദ് സാറിന്റെ ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഞാൻ വീണ്ടും ഈ ഒരു ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യാൻ കാരണം. ഓക്കെ, താങ്ക് യു സാറേ. അപ്പോ ഒത്തിരി സന്തോഷം നിങ്ങൾ ജോയിൻ ചെയ്തതിന്റെ കാര്യം ഒക്കെ പറഞ്ഞതുകൊണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം.
നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2020 മാർച്ചിലാണ് വിദ്യാവീതിക്ക് ആരംഭം കുറിച്ചത്. 36 പേരായിരുന്നു നമ്മുടെ ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നത്. ഈ 36 പേരെയും വിജയിപ്പിക്കാമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടൊന്നും അല്ല നമ്മൾ. ആ സമയത്ത് കൊറോണയാണ്, ഓൺലൈൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പരീക്ഷിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വിദ്യാവീതിക്ക് തുടക്കം കുറിക്കുന്നത്. നിങ്ങൾക്കറിയാം, പൊതുവിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നോക്കിയാലും അവിടുത്തെ ഈ പറയുന്ന ഇതിന് രൂപം കൊടുത്തവർ, അല്ലെങ്കിൽ അതിന്റെ മാനേജർമാരായിട്ടിരിക്കുന്നവര്, അല്ലെങ്കിൽ അതിന്റെ സിഇഒമാര്, ഫൗണ്ടർമാര്, ഇവരെ ഒന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് സ്ഥാപനം ആയാലും നിങ്ങൾക്ക് അവരെ ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടൊന്ന് പറയാനോ ഒന്നും പറ്റത്തില്ല. എന്നാൽ മറ്റേ സിനിമയ്ക്കകത്ത് സലികുമാരേട്ടൻ പറയുന്നത് പോലെ ഇവിടത്തെ അഡ്മിഷൻ പിടിക്കുന്നതും അതുപോലെ ക്ലാസ് എടുക്കുന്നതും ടീച്ചർമാർക്ക് ടൈം ടേബിൾ ഉണ്ടാക്കുന്നതും പരസ്യം ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് സംശയത്തിനും നിങ്ങളോട് വിളിക്കാൻ പറയുന്നതും എന്നെ തന്നെ. കേട്ടറ്റിന്റെ പരീക്ഷ ഞാനും എഴുതിയത് 2012 ഞാൻ TTC പാസ്സായിട്ട് ഇറങ്ങുന്നത്. ആ സമയത്ത് ആണ് ഈ കേട്ടറ്റ് വരുന്നത്. ഞാനും എഴുതി. 7 പ്രാവശ്യം എഴുതിയിട്ട് 4 പ്രാവശ്യം എനിക്ക് 89 മാർക്ക് കിട്ടി. ആ 4 പ്രാവശ്യം 89 മാർക്ക് കിട്ടിയപ്പോഴും ഞാൻ പലരെയും സമീപിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും 2000 നിന്ന് തലയൂരാൻ പറ്റുമോ. ആരും സഹായിച്ചില്ലെന്ന് പറഞ്ഞാല് ഇതിന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം, ആ ചോദ്യങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പോലും പറയാൻ എൻ്റെ അടുത്ത് ആരുമില്ലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം തോറ്റിട്ട് ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന TTCക്ക് പോയത്. അവർക്ക് എന്നെ ടീച്ചറാക്കിയേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ TTCക്ക് പോയത്. അങ്ങനെ TTCക്ക് പോയി കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ എൻ്റെ വഴിക്ക് തന്നെ വിട്ടു. അങ്ങനെ ഞാൻ BComന് പോയി. അത് കഴിഞ്ഞ് ഞാൻ MBA കഴിഞ്ഞു. MBA ഫിനാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതും പാസ്സായിട്ടാണ് ഞാൻ സ്കൂളിൽ പിന്നീട് കയറിയത്. ഇപ്പൊ കേട്ടറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ കയറി. എയ്ഡഡ് സ്കൂളിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്റെ പ്രവർത്തന മണ്ഡലം അതല്ല. കാരണം ഞാൻ അവിടെ ഈ പറയുന്ന 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് നേടാനില്ല. രാവിലെ 9 മണിക്ക് പോകുന്നു, വൈകിട്ട് 4 മണിക്ക് വരുന്നു. എനിക്ക് അതുകൊണ്ടൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് രാജിവെച്ചു. അങ്ങനെ ഞാൻ വിദ്യാവീതി വീണ്ടും കൂടുതൽ സ്ട്രോങ് ആക്കി. ഇതുവരെ 2020 കഴിഞ്ഞ പ്രാവശ്യം നടന്ന 23 കഴിഞ്ഞ പ്രാവശ്യം നടന്ന പരീക്ഷ വരെ ഞാൻ ജയിപ്പിച്ചത് 1207 പേരെയാണ്. അവരെ കേട്ടറ്റ് ജയിപ്പിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അർത്ഥമൊന്നുമില്ല, വലിയ സന്തോഷമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കേട്ടറ്റ് പാസ്സാവും. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഈ പറയുന്ന 1270 പേരുടെ വീടുകളിൽ എനിക്ക് വിളക്കായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു, ദൈവത്തിന് നന്ദി പറയും. കാരണം ഇത്രയും പേർക്ക് കേട്ടറ്റ് മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കേസല്ല. അതുകൂടാതെ കേട്ടറ്റുമായി ബന്ധപ്പെടുന്ന ഏത് പ്രശ്നങ്ങളിലും എൻ്റെ അടുത്ത് ആര് വന്നാലും അതിന് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല. 89 മാർക്ക് മേടിച്ച് 4 പ്രാവശ്യം പരീക്ഷ എഴുതി ഞാനും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ പരീക്ഷ ഈ പറയുന്ന പോലെ 1, 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം എഴുതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ 4ാമത്തെ പ്രാവശ്യം നിങ്ങൾ എഴുതുന്നില്ല എന്ന് വെക്കുന്ന പരീക്ഷയായിരിക്കും നിങ്ങൾ ജയിക്കുക. നിങ്ങൾക്ക് പലരുടെയും വിജയം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പരീക്ഷ, അത് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, പരീക്ഷയ്ക്ക് കിട്ടുന്നിടം വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ നിന്ന് പിന്മാറരുത്. 100% അതിനോടൊരു ആത്മാർത്ഥത ഉണ്ടാവണം. ഇത് കിട്ടുന്നിടം വരെ ഞാൻ എഴുതും. ഇപ്പൊ തന്നെ ഷെർലി ടീച്ചർ, എനിക്കറിയാം ഷെർലി, ഞാനിത് പറയിപ്പിച്ചത് തന്നെയാണ്. 2 പ്രാവശ്യം ഇവിടെ പഠിച്ചതാണ് ആ ടീച്ചർ. എന്നിട്ടും ആ ടീച്ചർ വീണ്ടും വേറെ എങ്ങും പോകാതെ ഒരു വിശ്വാസം കൊണ്ട് ഇങ്ങോട്ട് വന്നു. പോരാത്തതിന് ടീച്ചറിന്റെ പരിചയമുള്ള കുറച്ച് പേരെ ചേർക്കുകയും ചെയ്തു. കാരണം ഇങ്ങനെ ആളുകളെ ചേർക്കാൻ ഇത് മണി ചെയിൻ പരിപാടിയൊന്നും അല്ല. എന്റെ അടുത്ത് വന്നിരിക്കുന്ന ഈ പറയുന്ന 62 പേരും, ഈ പ്രാവശ്യം അഡ്മിഷൻ എടുത്തിരിക്കുന്ന 62 പേരും എന്നോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ച് കേട്ടറ്റിന് അഡ്മിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അടച്ചതാണ്. ഞാൻ 1 രൂപ പോലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടും. ഞാൻ ഇവിടെ പറയുന്ന ഫീസ് അത് അത്യാവശ്യം നല്ലൊരു ഫീസാണ്. ഇപ്പൊ മാർക്കറ്റിൽ ഉള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഫീസാണ്. കാര്യം പറഞ്ഞാൽ ഞാൻ 500 രൂപ, ഏറ്റവും ചെറിയ ലെവലിൽ 500 രൂപയ്ക്ക് കോഴ്സ് തുടങ്ങിയതാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു ക്ലാസ്സുകൾക്ക്, നമ്മുടെ ടീച്ചർമാർക്കും നമ്മളുടെ ആ ഒരു രീതിക്കും ഒക്കെ നമുക്ക് അതിൻ്റെതായ ആപ്ലിക്കേഷനുകളും അതിൻ്റെതായ കാര്യങ്ങളും അതിന്റെ ചെലവുകളും ഒക്കെ വന്നപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട് ഫീസ് കൂട്ടി. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു കൂടുതലാണ് എന്ന് തോന്നില്ലാത്ത രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. വെറുതെ കുറച്ച് റെക്കോർഡഡ് ക്ലാസ് തന്നിട്ട് നിങ്ങൾ പഠിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ട് പോകുന്ന പരിപാടി ഇവിടെ ഇല്ല. 100% നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടുന്നിടം വരെ നിങ്ങളുടെ തന്നെ നിൽക്കുന്ന ആളാണ് ഞാൻ. എന്റെ 15 ടീച്ചർമാരാണ് വിദ്യാവീതിയിലുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നുമല്ല. ഈ 15 ടീച്ചർമാർ ചേർന്നിട്ടാണ് നമ്മുടെ ഈ വിദ്യാവീതി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അഖില ടീച്ചർ, അൽഫോൻസ് ടീച്ചർ, അയോണ ടീച്ചർ, ഇവർ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. കാരണം ഇവരാണ് ഇതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങൾ എല്ലാം ബാക്ക് ബോൺ ആയിട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും. നിങ്ങൾക്ക് നാളെ രാത്രി 7 മണിയാകുമ്പോഴേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഡിയാവും. നമ്മൾ 2 ഘട്ടമായിട്ടാണ് നമ്മുടെ ഈ കേട്ടറ്റ് ക്ലാസ് നടത്തുന്നത്. നമ്മളിവിടെ ഇച്ചിരി പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞാല്, നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ച് പ്രതികരിക്കും. നിങ്ങളോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചതിനുള്ള പ്രതികരണം ഉണ്ടാവും. എംപോസിഷൻ ഉണ്ടാവും, മറ്റ് ചീത്തവാക്കും തെറിവിളിക്കുമെന്ന് ഒരു പഞ്ഞും ഇവിടെ കാണും. കാരണം ഇവിടെ വന്നാൽ നിങ്ങൾ ജയിച്ചു പോകണം, ഇല്ലെങ്കിൽ അത് എനിക്ക് മാനക്കേടാണ്. ഞാൻ ഇത്രയൊക്കെ തള്ളിമറിച്ചിട്ടിട്ട് അവസാനം അടുത്ത പ്രാവശ്യത്തെ ബാച്ചിൽ 200 പേര് പഠിച്ചിട്ട് 10 പേരെ ജയിച്ചുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ശോകം. 351 പേര് മാത്രം ജയിച്ച സർവീസിലുള്ള പരീക്ഷ 300 സംതിങ് പേര് 50 താഴെയുള്ള ആളുകൾ ജയിച്ച പരീക്ഷയിൽ 45 പേരെ വിജയിപ്പിച്ച ആളാണ് ഞാൻ. അപ്പൊ സർവീസിലുള്ള 45 പേരുടെ ആ പരീക്ഷ, അതിൻ്റെ അകത്ത് കേരളത്തിൽ മൊത്തം ജയിച്ച അത്രയും പേരേ ഉള്ളൂ. 5% താഴെയായിരുന്നു വിജയം. അതിൻ്റെ അകത്ത് 45 പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് വിദ്യാഭ്യാസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്ര ചില്ലറക്കാരൻ. ആ വിജയം നമുക്ക് നിലനിർത്താതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കടും വെട്ടായിരിക്കും. നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, അതിന്റെ അപ്പുറത്തേക്ക് സമയം പറഞ്ഞാൽ ചെയ്തിരിക്കണം, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു വർത്താനമില്ല. ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ നിങ്ങളെ നോക്കും, അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങൾക്ക് നിങ്ങളുടെ പുറകെ നടക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് 1-2 ആഴ്ച ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എല്ലാ കാര്യത്തിലും. നമ്മൾ 2 ഘട്ടമായിട്ടാണ് ക്ലാസ്സുകൾ നടത്തുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ സിലബസ് ഫോക്കസ് ചെയ്യുന്നത് DLEDന്റെ കരിക്കുലമാണ്. SCERT പാഠപുസ്തകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. പുറത്തുനിന്ന് വേറെ ഒരു സാധനവും ഇല്ല. നിങ്ങൾക്ക് ആദ്യത്തെ ഘട്ടത്തിൽ റെക്കോർഡഡ് ക്ലാസ് തരും. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിയാകുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഗ്രൂപ്പിൽ തരും. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ആ സമയത്ത് ക്ലാസ് ഉണ്ടാവും. അതെങ്ങനെയാണ് എടുക്കേണ്ടത്, ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഒരു ഡെമോ വീഡിയോ ഈ നാളെ ക്ലാസ്സിൽ തരും. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് രാത്രി മുതൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നു തുടങ്ങും, നിങ്ങൾ ആപ്ലിക്കേഷനിൽ ആഡ് ആയിട്ടുണ്ടെന്നും പറയും. അപ്പൊ നിങ്ങൾ തിരക്ക് പിടിച്ച് ഇപ്പോഴേ ഇൻസ്റ്റാൾ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പൊ തന്നെ അങ്ങ് തകർത്തേക്കാം എന്നൊന്നും വേണ്ട. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്ക് മുൻപേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഡിയായി അത് നിങ്ങൾക്ക് കാണാനുള്ള ഡെമോ ക്ലാസ്സും നിങ്ങൾക്ക് അയച്ചു തരും. ആ ഡെമോ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, അത് ആപ്പിളിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ആൻഡ്രോയിഡ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിന്റെ ലിങ്ക് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അത് കിട്ടിയ ശേഷം നിങ്ങൾ ആ ഡെമോ വീഡിയോ മുഴുവനായിട്ട് കാണുക, ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ അതിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങളുടെ കേട്ടറ്റിന്റെ 3-4 കാറ്റഗറികൾ കാണാം. ആ കാറ്റഗറിയിൽ നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. വേറെ അയലോക്കത്തിരിക്കുന്നതൊന്നും നിങ്ങൾ പരിഗണിക്കാൻ പോകണം. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ 62 പേര് ഇപ്പോൾ ഉണ്ട്, 100 പേരാവും. അപ്പോഴേക്കും നിങ്ങൾ എന്നാൽ ഇതിന്റെ സംശയം ഒന്ന് ചോദിച്ചേക്കാമെന്ന് കരുതി വേറെ ആർക്കും മെസ്സേജ് അയക്കാൻ പാടില്ല. ഗ്രൂപ്പിലെ ഒരാളുടെ നമ്പർ എടുക്കാനോ അവർക്ക് മെസ്സേജ് അയക്കാനോ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഇല്ല. അത് എനിക്ക് മാത്രമായിരിക്കും. പിന്നെ ഇത് നമ്മുടെ വിദ്യാവീതിയിലേക്ക് നിങ്ങൾ വന്നേക്കുമ്പോൾ നിങ്ങളൊരു കുടുംബത്തിലേക്കാണ് വന്നേക്കുന്നത്. നമ്മളൊരു കുടുംബമാണ് വിദ്യാവീതി എന്ന് പറയുന്നത്, ബാച്ച് 2. ഇതിന്റെ അകത്ത് നിങ്ങൾ ഈ വന്നിരിക്കുന്ന 100 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് പരസ്പരം യാതൊരു ബന്ധവും വേണ്ട. ആകെ ബന്ധം ഞാനുമായിട്ട്. കാരണം നിങ്ങളുടെ കുടുംബത്തിലെ കാരണവരാണ് ഞാൻ. ഇന്നു മുതൽ നിങ്ങളെ ജയിപ്പിച്ചിട്ടേ ഇനി പുറത്തേക്ക് വിടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യവും വ്യക്തവുമായ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് വൈകുന്നേരം 5 മണിക്ക് തരുന്ന വീഡിയോ പിറ്റേ ദിവസം രാത്രി 8 മണിക്ക് മുൻപ് 27 മണിക്കൂറുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ 27 മണിക്കൂറിൽ 1 മണിക്കൂർ എടുത്ത് ആ വീഡിയോ കാണുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരുന്ന ടാസ്ക് എന്താണോ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക. ചിലപ്പോൾ നിങ്ങളോട് പറയും, നിങ്ങൾ എഴുതി വെക്കുന്ന നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തരാൻ പറയും. ചിലപ്പോൾ ഞാൻ പറയും, നിങ്ങൾ അതിൻ്റെ അകത്ത് വീഡിയോ കണ്ടിട്ട് 2 ചോദ്യങ്ങൾ തയ്യാറാക്കിക്കോളാൻ പറയും. ചിലപ്പോൾ ഞാൻ പറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും, നോട്ട് എനിക്ക് പ്രിന്റ് ചെയ്ത് അയച്ചു തരാൻ പറയും. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പറയും. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും വലിയൊരു നോട്ട് ബുക്കാണ്. ഒരു വലിയ കിട്ടാവുന്ന ഏറ്റവും വലിയ നോട്ട് ബുക്ക് തന്നെ നാളെ മേടിച്ചു. എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ അതിന്റെ നോട്ട് എഴുതും, അപ്പുറ സൈഡിൽ നമ്മൾ ചോദ്യോത്തരങ്ങളും പരീക്ഷകളും ഒക്കെ എഴുതും. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ജയിക്കും. ആദ്യത്തെ ഘട്ടം നമുക്ക് തീരുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. ഏപ്രിൽ 10-ാം തീയതിയോടുകൂടി നമ്മൾ ആദ്യത്തെ ഘട്ടം അവസാനിപ്പിക്കും. ആ ഏപ്രിൽ 10-ാം തീയതിക്കകത്ത് നിങ്ങളുടെ ഫുൾ സിലബസ് ഞാൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ തന്ന് കവർ ചെയ്യും. ഏപ്രിൽ 11-ാം തീയതി മുതൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ആരംഭിക്കും. പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. പരീക്ഷയുടെ തലേന്നല്ല, അതിന്റെ തലേന്ന് വരെ. കാരണം പരീക്ഷയുടെ തലേന്ന് നിങ്ങൾക്ക് നമ്മളെല്ലാം എപ്പോഴും നടത്തുന്ന കലാശക്കൊട്ടായിരിക്കും. ലൈവ് ക്ലാസ്സുകളുടെ സമയം 8:30 മണി മുതൽ 10 മണി വരെ, അതിനിടയിലായിരിക്കും. അത് ചില ദിവസങ്ങളിൽ 9 തൊട്ട് 10 വരെ ആകാം, ചില ദിവസങ്ങളിൽ 8:30 തൊട്ട് 9 വരെ ആകാം. മുൻപേ നിങ്ങൾക്ക് അതിന്റെ ടൈം ടേബിളുകളും കാര്യങ്ങളും ഒക്കെ തരും. ലൈവ് ക്ലാസിന്റെ റെക്കോർഡും നിങ്ങൾക്ക് തരും. നമ്മൾ ലൈവ് ക്ലാസ്സുകളിലും ഈ പ്രാവശ്യം ഒരുപാട് പുതുമകൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം ക്ലാസ് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കാര്യങ്ങൾ ടീച്ചർമാരുമായിട്ട് റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ പോരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാം.
ഡെയിലി നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും. പരീക്ഷ നിങ്ങൾക്ക് നോർമലി എല്ലാ ദിവസവും തരുന്നത് PDF ആയിട്ടായിരിക്കും. ആ PDF നിങ്ങളുടെ ഗ്രൂപ്പിലിടും. അത് നിങ്ങൾക്ക് എഴുതാനായിട്ട് 2 മണിക്കൂർ സമയം ഉണ്ടാവും. അതിൻ്റെ അകത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ 2 മണിക്കൂർ 5 മിനിറ്റ് മതി ആ പരീക്ഷ എഴുതാൻ. 10 ചോദ്യങ്ങൾ കാണും. അത് നിങ്ങൾ എഴുതുക. അത് നിങ്ങൾ എവിടെയെങ്കിലും വന്ന് അതിന്റെ ഉത്തരങ്ങളൊന്ന് കുറിച്ച് വെക്കുക. അതിന്റെ ആൻസർ കീ 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ അകത്ത് നിങ്ങൾ വെച്ച് നോക്കുക എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു പോളായിട്ട് വരും. നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയ മാർക്ക് ഏത്. അതിന്റെ അകത്ത് നിങ്ങൾ 70% മാർക്കിന് ഒരു ദിവസവും കുറയാതെ സ്കോർ ചെയ്തിരിക്കണം. ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പരീക്ഷ കാണും. 50 മാർക്കിനായിരിക്കും ചോദ്യം. അതിന്റെ അകത്ത് നിങ്ങൾ 75% മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ അകത്ത് പിള്ളകളിയും പരിപാടിയൊന്നുമില്ല. കാരണം നിങ്ങളെ ഒരുപാട് വിശ്വസിച്ച് ഇത്രയും പൈസ തന്ന് നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളോ ഇതിൽ വന്നിരിക്കുന്നത് ഇത്തവണ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തവണ തന്നെ നിങ്ങൾ ജയിച്ച് പോയേ പറ്റും. ഇതിന്റെ അകത്ത് യാതൊരുവിധ എക്സ്ക്യൂസുകളും ഇല്ല. ലൈവ് ക്ലാസ്സിൽ കല്യാണം, മരണം, മറ്റ് എന്തെങ്കിലും അതുപോലുള്ള അസുഖങ്ങൾ, ഈ 3 കാരണങ്ങൾ മാത്രമേ നമ്മൾ അംഗീകരിക്കൂ. വേറെ ഒരു കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കില്ല. ലൈവായിട്ട് തന്നെ പങ്കെടുക്കണം. ലൈവിന്റെ റെക്കോർഡ് കിട്ടും. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമായിരിക്കും തരുന്നത്. നോട്ടുകളെല്ലാം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ വെച്ച് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും. അത്യാവശ്യം വേണ്ടത് മാത്രം നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരും. എല്ലാവരും PDF ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുമ്പോൾ പറയാനുള്ള അതുകൊണ്ട് തന്നെയാണ് PDF ആയിട്ട് നിങ്ങൾക്കൊന്നും അയച്ചു തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, അതൊന്നും വായിക്കാൻ പോകുന്നില്ല. പിന്നെ ഡെയിലി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തയ്യാറാക്കുന്ന ചോദ്യങ്ങളും ഓപ്ഷനുകളും ഉണ്ടാവും. അത് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. കാരണം നിങ്ങൾ 100 പേരാണ് ഒരു ഗ്രൂപ്പിലുള്ളത്. ഒരു ദിവസം ഒരാൾ 2 ചോദ്യം വെച്ചിട്ട് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇട്ട് കഴിയുമ്പോൾ 200 ചോദ്യങ്ങളാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് 50 എണ്ണം റിപ്പീറ്റേഷൻ വന്നാലും 150 എണ്ണം പുതിയ ചോദ്യങ്ങളായിരിക്കും. ഈ 150 എണ്ണത്തിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് വരും. അങ്ങനെ നമുക്ക് ഏകദേശം 3 മാസത്തിനകത്ത് 2 മാസം കൂട്ടി 60 ദിവസം ഓരോ ചോദ്യങ്ങൾ കിട്ടിയാലും 60 മാർക്ക് നമുക്ക് അങ്ങനെ കിട്ടും. പിന്നെ ബാക്കി 30 മാർക്കിന്റെ കാര്യമുണ്ട്. അത് നമുക്ക് പഠിച്ചെഴുതിയെടുക്കാം. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും SCRT പാഠപുസ്തകങ്ങളെയും അതുപോലെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തു. ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് അതാത് ദിവസങ്ങളിൽ തന്നെ തീർത്ത് പോവാം. പിന്നത്തേക്ക് വെക്കാൻ നിൽക്കരുത്. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുമില്ല ഇതുമില്ല മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിന് നിങ്ങൾ ഒരിക്കലും വഴിതിരിക്കില്ല. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ മേടിക്കേണ്ട അവസ്ഥ വരില്ല. പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക. അനാവശ്യമായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ആരുടെയും നമ്പർ എടുത്ത് വിളിക്കാനോ, നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ടീച്ചർമാർ സാർമാരെ വിളിക്കും, സാർമാർ ടീച്ചർമാരെ വിളിക്കും, പിന്നെ കുടുംബകലമാവും. ഞാൻ പിന്നെ കോടതി പോയി പറയേണ്ട വരും. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുക. നാളെ നിങ്ങളെ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് നല്ലൊരു ബുക്കൊക്കെ മേടിച്ച് നാളെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുക. എന്നിട്ട് ഇത്തവണ ഞാൻ ജയിക്കണം, ഇത്തവണ എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി വേണം നാളെ മുതൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ. ചിലപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിരസത ഉണ്ടാവും. അയ്യോ ഇതെനിക്കറിയാം, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ശതമാനം, എന്റെ മോനെ, ആനിമൽസ്, പ്ലാന്റ്, ഇതൊക്കെ ഞാൻ പഠിച്ചതാ, പിന്നെ എന്തിനാ പീരിയോഡിക് ടേബിൾ, ഇതൊക്കെ എനിക്കെന്നതിനാ, കേരളത്തിന്റെ മറ്റേ ചരിത്രം, ഇതൊക്കെ പറയും. ഞാനൊക്കെ എന്തിനാ പഠിക്കുന്നത്, പഴശ്ശിരാജ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ ഇതൊന്നും ഞാനിത് കേട്ടിട്ടുണ്ടല്ലോ, എനിക്കിത് വേണ്ടല്ലോ, ഞാനിത് പഠിച്ചതാണല്ലോ എന്ന് ചിന്തിച്ചോ നിങ്ങൾ തോറ്റുപോയി. നേരെ മറിച്ച് പഴശ്ശിരാജ ആണോ, പഴശ്ശിരാജ ഇത് ആരത് എന്നുള്ള രീതിയിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ ജയിച്ചു. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരും. ഞാനിത് വായിച്ചതാണല്ലോ, ഞാനിത് എഴുതിയതാണല്ലോ, ഇനി ഞാൻ എന്തിനിത് എഴുതണം, ഞാൻ ഇനി എന്തിനു പഠിക്കണം, ഈ ഒരു ചിന്ത വേണ്ട. എല്ലാം പുതുതായിട്ട് പഠിക്കുക. ഞാൻ അതാണ് പറഞ്ഞത്, പണ്ടത്തെ ബുക്കും പണ്ടത്തെ നോട്ടും ഒന്നും നമുക്ക് വേണ്ട. എല്ലാം ഫ്രഷ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ പുതിയ പിള്ളേരാണ്. കേട്ടത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തൊട്ട് ഒരുങ്ങുന്നവരാണ്. 100% നിങ്ങൾ പുതിയ ആൾക്കാരായിട്ട് വരിക. പുതുതായിട്ട് പഠിക്കുക, പുതുതായിട്ട് നേടിക്കൊണ്ടുപോകുക. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണിക്ക് റെക്കോർഡഡ് ക്ലാസ് വരും. പിറ്റേന്ന് രാത്രി 8 മണി വരെ സമയം ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ആദ്യം തരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ക്ലാസ് കണ്ട് 2 ചോദ്യങ്ങൾ തയ്യാറാക്കാനായിരിക്കും. അത് ഞങ്ങൾ തീരുമാനിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങളുടെ വാട്സാപ്പിൽ വരും. അതുപോലെ വാട്സാപ്പിൽ സ്മൈലി, സ്റ്റിക്കർ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഇങ്ങനെയുള്ള ഒരു മെസ്സേജും വേണ്ട. ഗ്രൂപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തന്നു കഴിയുമ്പം ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പ് നോക്കിയിരിക്കണം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഇടുന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിമ്പൽ അതിലിടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കി അത് കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്ന സമയത്തിനകത്ത് പൂർത്തിയാക്കുക. എല്ലാം മാറ്റി വെക്കുക. നിങ്ങൾ ഈ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്തിടുക. കാരണം ഇത് എപ്പോഴും നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ പരീക്ഷ തീരുന്നതോടുകൂടി എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു. നിങ്ങൾ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം. പിന്നെ നിങ്ങളെ ചീത്ത പറഞ്ഞു, തെറി പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, എന്നോട് എംബോസിഷൻ എഴുതാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞു കൊച്ചാണോ ഏതാണെന്ന് ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരാം. കാരണം ഇവിടെ എംബോസിഷൻ എഴുതാൻ പറഞ്ഞാൽ 100 തവണ എഴുതാൻ പറഞ്ഞാൽ എഴുതി കാണിക്കണം.
അതിന്റെ ഗുണം നിങ്ങൾക്ക് പരീക്ഷ പേപ്പറിൽ കിട്ടും. പിന്നെ ഒരു കാര്യം നമ്മൾ വെറുതെ പറയില്ല. നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്താൽ 100% അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു മാർക്കായിട്ട് ഭവിക്കും. ഇതുവരെ ചരിത്രം അതാ. ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞേക്കുന്നവരാരും രക്ഷപ്പെടാതെ പോയിട്ടില്ല. ഒരുപാട് പേരെ നമ്മൾ പോയടത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നൊക്കെ അരുൺ എന്ന് പറഞ്ഞ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് സാറിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡെൻസി ടീച്ചർ കൊണ്ടുവന്ന 2 ടീച്ചർമാരുണ്ട് ഇവിടെ. അതിലൊരു ടീച്ചറിനെ ഞാൻ വിളിച്ചൊരു അരമണിക്കൂർ നേരം സംസാരിച്ചതാണ്. നമുക്ക് നമ്മുടെ സ്കൂളിലും വീട്ടിലും ഒക്കെ ഒരുപാട് പ്രഷറുണ്ട് ഈ കേട്ടിട്ടില്ലാത്തതുകൊണ്ട്. അത് നമ്മൾ പൊട്ടന്മാരാണെന്നൊക്കെയാണ് ചിലരുടെ ധാരണ. കേട്ടിട്ട് കിട്ടിയില്ലേ ഞാൻ പൊട്ടനാ എന്നുള്ളൊരു ധാരണ. അതൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഇനി അത് ചിന്തിക്കണ്ട. അത് വിട്ടേര്. അത് വിവരമില്ലാത്തവൻ അങ്ങനെ വലുതും പറയും. അപ്പൊ അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും എന്തായിരിക്കണം, നമ്മൾ നമ്മുടെ ലക്ഷ്യം ഇത്തവണ കേട്ടിട്ട് മേടിക്കും, ഞാൻ പൊട്ടനല്ലാന്ന് ഞാൻ ഇത്തവണ തെളിയിക്കും എന്നുള്ള രീതിയിൽ ഇരിക്കുക. നിങ്ങൾക്ക് കിട്ടും. ഞാനാ പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് ഇത് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു സന്തോഷമില്ലാത്ത ഒരു തമ്പക്കീട് ഇത് കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമൊക്കെ വേണ്ട. എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം ഇങ്ങനെ ഇരുന്ന് ജീവനോടെ ഉണ്ട് എല്ലാവരും, ഓക്കെ സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എപ്പോഴും ജീവനോടെ ഇരിക്കുക. നമ്മൾ ഉറങ്ങുന്നവരായി പോകരുത്. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുമ്പോഴും നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ക്ലാസ്സിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. അതിപ്പോ നിങ്ങളുമായി ബന്ധപ്പെടുന്ന എന്ത് ബുദ്ധിമുട്ടും, ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെറും ഒരു നിങ്ങൾക്ക് എന്താണ് പറയുന്നത് ഒരു ഗൈഡൻസ് തരുന്ന ഒരു അധ്യാപകം മാത്രമല്ല. നിങ്ങൾക്ക് നാളെ മുതൽ ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ പിള്ളേരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ കാരണം നിങ്ങളുടെ ഒരു അപ്പൂപ്പനെ പോലെ എന്നെ കരുതാൻ. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ മുത്തച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ പറയും. കരഞ്ഞു പറയുമെങ്കിൽ കരഞ്ഞു പറയും, ചിരിച്ചു പറയുമെങ്കിൽ ചിരിച്ചു പറഞ്ഞു, സന്തോഷം ഉണ്ടെങ്കിൽ സന്തോഷം പ്രകടിപ്പിച്ചോ, ദുഃഖം ഉണ്ടെങ്കിൽ ദുഃഖം പറഞ്ഞു. നിങ്ങൾക്ക് വരുന്ന എന്ത് കാര്യത്തിലും ഞാൻ ഇടപെടും. അത് സാമ്പത്തികമായിട്ടോ അല്ലാതെയോ എന്ത് കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ പിള്ളേരാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി ഞാൻ അതിൽ ഇടപെടും. 100% നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുവിധ സങ്കോചവും ആവശ്യമില്ല. ക്ലാസ് കൊള്ളില്ലേ, എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാം, സാറേ ഇന്നത്തെ ക്ലാസ് ബോറായിരുന്നു, ഇങ്ങനത്തെ കൂടി വൃത്തികെട്ട ക്ലാസ്സുകൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ജയിക്കും സാറേ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ പൈസ തന്നിട്ടാണ് ഇവിടെ പഠിക്കുന്നത്, ചുമ്മാ ഒന്നുമല്ല പഠിക്കുന്നത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സാർ ആ ശതമാനം എന്നാ സാറേ ആ ശതമാനത്തിൻ്റെ അകത്ത് പറഞ്ഞത് ഒരു വെണ്ടയ്ക്ക മനസ്സിലായില്ലോ സാറേ എന്ന് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ച് ചോദിക്കാൻ വേലേ, ധൈര്യമായിട്ട്. കാരണം നിങ്ങൾ എന്താണ്, ഞാൻ നിങ്ങളെ ഒരു പേരപ്പനല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് വിളിച്ച് ചോദിക്കാം, ഇയാൾ എന്നാടാ ഈ കാണിച്ചേ എന്ന് ചോദിക്കാം. ഞാൻ ഉറപ്പായിട്ടും അതിന് മറുപടി തരും. അപ്പൊ അതുകൊണ്ട് നാളെ മുതൽ എന്നല്ല, ഇന്ന് മുതൽ നിങ്ങൾ ഒരുക്കുക. നാളെ നിങ്ങളൊന്ന് അമ്പലത്തിലും പള്ളിയിലും അതുപോലെ തന്നെ എവിടെയാണോ പോകുന്നത് പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവത്തിനെ ഇല്ലാതെ പറ്റില്ല. അപ്പം ഒന്ന് പ്രാർത്ഥിച്ച് നന്നായിട്ട് ഒരുങ്ങുക. നല്ലൊരു ബുക്ക് മേടിക്കുക, നല്ലൊരു പേന മേടിക്കുക. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് 2 ഒരയൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്, മറ്റേ മഷി തീർന്നിട്ട് നമ്മൾ 2 ഒരയൊക്കെ കൂടെ വരയ്ക്കില്ലേ, ആ ഉരച്ചു പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു പോകുന്നത്. അതായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് പ്രശ്നമാവും. അവിടെ നമ്മൾ നല്ലൊരു പേന, നല്ലൊരു ബുക്ക്, പിന്നെ വീട്ടുകാരോട് പറയുക, ഇന്ന സമയത്ത് എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കണം കേട്ടോ, അതുകൊണ്ട് ആ സമയത്ത് എന്നെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ എന്ന് പറയുക. ഇനി നിങ്ങൾക്ക് ഈ രാത്രി 27 മണിക്കൂർ വെച്ചേക്കുന്ന എന്തിനാണെന്നറിയാവോ? ചിലരുടെ വീട്ടില് കെട്ടിയന്മാര് പ്രശ്നക്കാർ കാണും, ചിലരുടെ വീട്ടില് ഭാര്യമാര് പ്രശ്നക്കാർ കാണും. പിന്നെ ഇത് രണ്ടും ഇല്ലാത്തവർക്ക് കാമുകന്മാരോ കാമുകമാരോ പ്രശ്നക്കാർ കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാത്രി ഇതൊന്നും ഇല്ലാത്ത കുറച്ച് സമയം കിട്ടും. ഒരു 11 മണി മുതൽ ഒരു 12 മണി വരെയോ, 12 തൊട്ട് ഒരു 1 മണി വരെയോ, ഇല്ലെങ്കിൽ രാവിലെ ഒരു 5 മണി തൊട്ട് 4 തൊട്ട് ഒരു 5 വരെയോ, എപ്പോഴെങ്കിലും ആ 1 മണിക്കൂർ മതി. നിങ്ങൾ ഇതിന്റെ അകത്ത് ചെലവഴിച്ചാൽ മതി. മരിച്ചു കിടന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ എപ്പോഴും സ്മാർട്ട് വർക്കാണ് ഇതിന് വേണ്ടത്. വെറുതെ കുറെ ഇങ്ങനെ ഇരുന്ന് വായിച്ചു പഠിച്ചിട്ട് നമ്മുടെ മാത്രം പ്രത്യേകതകൾ. കഴിഞ്ഞ ഒക്ടോബർ മാസം നടത്തിയ പരീക്ഷയിൽ 143 പേരെ വിജയിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. കഴിഞ്ഞ ഒക്ടോബർ മാസം നടത്തിയ പരീക്ഷയിൽ 143 പേരെ വിജയിപ്പിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഇത് 100 തവണ ഇരുന്ന് വായിച്ചാലും നമ്മൾ പഠിക്കും. 143 പേരെ കേരളത്തിൽ വിജയിച്ചു. എന്ത് വിദ്യാവീതി! പിന്നെ നമുക്ക് ചിന്തിച്ചു വെക്കാവുന്ന കേസും ഇതുപോലെ പാരഗ്രാഫ് വരെ വായിച്ചു നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 143 കേരളം കൂടെ വന്നപ്പോഴത്തേക്ക് ഇത് കേരളം 140 വല്ല റൂളാണോ, ഇത് എന്നാ സാധനം ഇത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന് നല്ലത് നമുക്ക് സംഭവം കൃത്യമായിട്ട് സ്മാർട്ട് വർക്കിലൂടെ നമ്മളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അത് ക്ലാസ് ആയിട്ടാണെങ്കിലും മറ്റെന്തെങ്കിലും ആയിട്ടാണ്. സമയം അത് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് തരും, പരീക്ഷ തരും എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ നേരത്തെ അറിയിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാൻ പറഞ്ഞാൽ കാണുക, പുതുതായിട്ട് പഠിക്കുക. 100% നിങ്ങൾ വിജയിക്കും. എല്ലാ ശുഭപ്രതീക്ഷയോടും കൂടി പറയുകയാണ്. നല്ലത് മാത്രം വരട്ടെ. ഇത്തവണ നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ആഡ് ആകാൻ തുടങ്ങുന്ന മുമ്പ് നിങ്ങൾക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് വെച്ച് നിങ്ങൾ
ആകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പോകണ്ട, സമയമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് തരുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നാളെ മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും. ലൈവ് ക്ലാസ്സുകൾ ഏപ്രിൽ 10-ാം തീയതി മുതൽ ആരംഭിക്കും. നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യമായെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇടപെടും. എന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ വിജയിക്കുന്നിടം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഒരുങ്ങുക, ബുക്ക് മേടിക്കുക. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ എന്റെ ഡ്രൈവർ പുറത്ത് വെയിറ്റ് ചെയ്യാം. പുള്ളി കാറിന്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇനി വന്നിട്ട് വേണം എനിക്ക് പോവാനായിട്ട്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് പിരിയാം. രാത്രി തൊട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആഡ് ആയിക്കോളൂ. സംശയങ്ങളുണ്ടോ ചോദിച്ചോ, ധൈര്യമായിട്ടും ചോദിച്ചു. പേടി തോന്നുന്നുണ്ടോ? വന്നത് പെട്ടുപോയ സ്ഥലത്താണെന്നോ എല്ലാം തോന്നുന്നുണ്ടോ? അത് രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിലൊരു വിശ്വാസമൊക്കെ കിട്ടിയോ? അതോ കാശ് പോയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നും തോന്നുന്നില്ല. ഞങ്ങളൊരു വികാരം ഇല്ലാത്ത ജീവികളാണെന്നാണ്. ആരെങ്കിലും ഒരാൾ മയക്കൊന്നും ഉണക്കി പറഞ്ഞു. ഇല്ല, ഞാൻ ഇത്ര നേരം പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലെന്നായി പോവില്ലേ? സാറേ, എനിക്കൊരു വികാരവും ഇല്ല, ഒരു വിചാരവും ഇല്ല എന്നാണ്. രക്ഷപ്പെടും സാർ. ഓക്കെ, അപ്പൊ രക്ഷപ്പെടട്ടെ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് കാണാം. നിങ്ങൾ എല്ലാവരും ജയിക്കും. നന്നായിട്ട് പ്രയത്നിക്കുക, ജയിക്കുക. അപ്പം